ഇതാകെ 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടു. എത്ര ഓടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെറും 3,000. 20,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ലേറ്റസ്റ്റ് മോഡൽ. ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ് 9,50,000 ആണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 4,50,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, നിങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചൂടത്ത് ടൂ വീലർ ഒരു യാത്ര പോകാനൊക്കെ മടിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാർ വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ടായിരിക്കും പലരും. പക്ഷേ കാർ വാങ്ങിക്കുന്നത് ചിലപ്പോൾ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് യൂസ്ഡ് കാസ് എന്നുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. പക്ഷേ യൂസ്ഡ് കാസ് എങ്ങനെ വിശ്വസിച്ചെടുക്കും എന്നുള്ളൊരു ഡൗട്ടായിരിക്കും എല്ലാവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഓതറൈസ്ഡ് ഡീലർഷിപ്പിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, കാസ് 24 കൊച്ചി. അപ്പോൾ ഏറ്റവും ആദ്യം കാണിക്കാനുള്ളത് ന്യൂ ഷേപ്പ് നമ്മുടെ ഹോണ്ട സിറ്റിയാണ്. ഏത് മോഡലാണിത്? ഇത് 2020 മോഡലാണ്. ഓക്കെ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ആയി? ആകെ 20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ. ആകെ 20,000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് വണ്ടി വരുന്നത്. മാനുവൽ ആണ് വണ്ടി. IVTEC ZX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സൺറൂഫ് ഒക്കെ സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ടോപ്പ് മോഡൽ ആട്ടോ, ടോപ്പ് മോഡൽ വണ്ടിയാണ്. അലോയ് എല്ലാം ഉണ്ട്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആ ഹോണ്ടയും കൂടെയാണ്. പിന്നെ ഈ യൂസ് ചെയ്ത ആള് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ല, ആക്സിഡന്റ് ഒന്നും ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ്. പിന്നെ 2020 എടുത്ത വണ്ടി ആകെ 20,000 ഓടിയിട്ടുള്ളൂ. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഓട്ടം ഇല്ലാത്തൊരു ആളാകാം, അപ്ഗ്രേഡ് ചെയ്താകാം, പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വന്നപ്പോൾ വണ്ടി വിറ്റതാകാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും റീസൺ വരുന്നത്. നല്ലൊരു ഓപ്ഷനാണ് ഹോണ്ട സിറ്റി. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കാസ് 24 കൊച്ചിയുമായിട്ട് ബന്ധപ്പെടുക. ഇവിടെ വണ്ടി കിടപ്പുണ്ട്. നമുക്ക് അടുത്ത വണ്ടി കണ്ടിട്ട് വരാം. അടുത്തത് നമ്മുടെ റെനോ ഡസ്റ്റർ കുട്ടനാണ്. ഞാൻ യൂസ് ചെയ്യുന്ന 110 PS വേരിയന്റ് ആണ്. കിടിലൻ വണ്ടിയാണ്. എത്ര ഓടിച്ചാലും മതിയാവത്തില്ല. മാനുവലിന്റെ ക്ലച്ചിന് കുറച്ച് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് പ്രശ്നമല്ലാതെ ബാക്കിയെല്ലാം കിടിലാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക് അപ്പോൾ ആ പ്രശ്നമില്ല. ഓക്കെ. ഇത് എത്ര കിലോമീറ്റർ ആയി? ഇത് 61,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഡീസലാണ് വരുന്നത്. അപ്പം അത്യാവശ്യം ഓടാനുള്ള ഒരു വണ്ടിയും കൂടെ എന്ന് വേണമെങ്കിൽ പറയാം. 4x2 ആണ് വരുന്നത്. RXL വേരിയന്റ് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. വേറെ കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 6,80,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ. ഡസ്റ്റർ ഡീസൽ ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം. അതും 110 PS. അതെ അതെ, വണ്ടിയാണ്. പിന്നെ ഇപ്പോൾ കാണാനാണെങ്കിൽ ഒരു നല്ലൊരു ഫ്രഷ് ലുക്ക് തന്നെയാണ്. ഇത് പുതിയ സ്റ്റോക്ക് ആട്ടോ. ഇത് പുതിയതായിട്ട് കയറിയൊരു സ്റ്റോക്കാണ്. ഡസ്റ്ററൊക്കെ നേരത്തെ ഇന്നാളി വന്നാൽ പോയായിരുന്നല്ലേ? അത് ഈയുടെ ഒരു ഡസ്റ്റർ ഉണ്ട്. പിന്നെ വേറൊരു ഡസ്റ്ററും കൂടെ ഉണ്ട്, ഒരു ബ്രൗൺ തന്നെ. അത് നമുക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോ കറന്റ് ഡസ്റ്റർ നമുക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. അതെ, ഡസ്റ്റർ, ടെറാനോ ഒക്കെ കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. സെൽട്ടോസ് ഒക്കെ കിടക്കുന്നു. സെൽട്ടോസ് ഉണ്ട്. ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങളുടെ ആപ്പ് നോക്കിയാൽ അതെ, നമ്മുടെ ആപ്പ് തന്നെ നോക്കിയാൽ മതി. അതായത് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ നമ്മൾ എത്ര വണ്ടി കാണിക്കാൻ ലിമിറ്റ് ഇല്ല. ലിമിറ്റ് ഉണ്ട്. ആപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്, പുറത്തുള്ളവർക്ക് നമ്മുടെ ആപ്പും സൈറ്റും വർക്കാവത്തില്ല. ഈ പുറത്തെ കൺട്രീസിലുള്ളവർക്ക്. അതെ, പിന്നെ അങ്ങനെയുള്ളവർക്ക് ചിലപ്പം VPN വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് വാങ്ങിയ ഫോണുകളൊക്കെ മാത്രമേ ചിലപ്പോൾ വർക്കാവത്തുള്ളൂ. അല്ലെങ്കിൽ VPN യൂസ് ചെയ്തിട്ടൊന്ന് നോക്കേണ്ടി വരും. ബാക്കി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 200 വണ്ടികൾ, അതിപ്പോൾ 200 വണ്ടി ഉണ്ടെങ്കിൽ 200 വണ്ടികളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ആപ്പിലും സൈറ്റിലും ടോക്കൺ ആയതും കാണിക്കും. ഇപ്പോൾ ആയതും കാണുന്നുണ്ട്. അപ്പം അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടാവും കറന്റ് ടോക്കൺ ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ അത് മാത്രം അവോയ്ഡ് ചെയ്തിട്ട് നോക്കിയാൽ മതി. നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റ കിടക്കുന്നു, സോണറ്റ് കിടക്കുന്നു, അതുപോലെ MG ഹെക്ടർ, ജീപ്പ് കോമ്പസ്, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. അതിനകത്ത് നമുക്ക് കിയ സോണറ്റിന്റെ തന്നെ ചോദിക്കാം. ഇത് പുതിയ ഷേപ്പാണല്ലോ? പുതിയ ഷേപ്പാണ്. 2022 മോഡലാണ്. ഇത് 26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. വണ്ടി IMT ആണ്. 1 ലിറ്റർ എഞ്ചിൻ. വേരിയന്റ് എന്ന് പറയുമ്പോൾ HTK+ ആണ് വേരിയന്റ് വരുന്നത്. IMT ആണ്. സൺറൂഫ് അടക്കമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ആണ് വരുന്നത്. IMTയും കൂടിയാണ് വണ്ടി ആയതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കാണെങ്കിലും ഓടിക്കാനാണെങ്കിലും നല്ലൊരു കംഫർട്ട് ആയിരിക്കും. മടിയുള്ളവർക്കൊക്കെ റിലാക്സ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ ഒരു നല്ല വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും 9,20,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഡിസ്കൗണ്ടഡ് പ്രൈസ് ആണ്. 9,60,000 ആണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 9,20,000 രൂപയ്ക്ക് വണ്ടി എടുക്കാം. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസിനായിട്ട് ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്യുക.
അടുത്ത ഒരു കളർഫുൾ ഫ്രെയിമാണ്. നമ്മുടെ റെഡ്, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക് എല്ലാം കിടപ്പുണ്ട്. അതിൽ 3 എക്കോസ്പോർട്ട് ആണ് കിടക്കുന്നത്. അതെ, ബ്ലൂ എക്കോസ്പോർട്ടിന്റെ സ്പെക് എന്ന് പറയും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും 2021 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് SC എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ മാനുവൽ വണ്ടിയാണ് വരുന്നത്. ഇതാകെ 13,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ റൺ വണ്ടിയാണ്. 3 വർഷമായിട്ടുള്ളൂ. 2021 വണ്ടി. അതെ, 3 വർഷമാകുന്നു. ടോപ്പ് മോഡൽ വണ്ടിയാണ്. സൺറൂഫും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 9,30,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്. ന്യൂ ഷേപ്പ് മോഡലാണ്. ഇപ്പൊ നിങ്ങളുടെ ഹെഡ്ലൈറ്റ് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ന്യൂ ഷേപ്പ് മോഡലാണ്. നിർത്തുന്നതിനൊക്കെ കുറച്ച് മുമ്പുള്ള മോഡലാണ്. അതുപോലത്തെ ഒരെണ്ണമല്ല അപ്പുറത്ത് കിടക്കുന്നത്. അതെ, ഇതിന് മുമ്പത്തെ ഇത് 2018 മോഡലാണ്. എത്ര കിലോമീറ്റർ? ഇത് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ ഓടി 2018 ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയം സൺറൂഫ് ഇല്ലാത്ത ടൈറ്റാനിയം 1.5 ലിറ്റർ തന്നെയാണ് വണ്ടി വരുന്നത്. ഇത് പെട്രോൾ മാനുവൽ ഫസ്റ്റ് ഓണർ തന്നെയാണ്. ഇതും ഫസ്റ്റ് ഓണർ തന്നെയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 8 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പം എക്കോസ്പോർട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അധികം 40,000 വലിയ പ്രശ്നമില്ല, വലിയ ഓട്ടം അല്ല. അതെ, പിന്നെ അപ്പുറത്ത് കിടക്കണ എക്കോസ്പോർട്ട് മാത്രമല്ല, അത് കഴിഞ്ഞ ദിവസം കയറിയ വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. അതും കുഴപ്പമൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. ഞാൻ ആദ്യം നേരത്തെ വരുമ്പോഴൊക്കെ ഇവിടെ നിറഞ്ഞു വണ്ടി കിടക്കുന്നത്. ഈ പ്രാവശ്യം വന്നപ്പോൾ ആ സൈഡ് വണ്ടി ഇവിടുന്ന് ഉള്ളത് പോയി. ഇപ്പൊ 200 വണ്ടികളോളം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാ. അതിപ്പോ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുന്നത്. 200 മെയിൻറ്റെയിൻ ചെയ്യണ സ്ഥലമാണ്. ഇപ്പൊ 170 ഉള്ളൂ. അതായത് ഇത്രയും നാൾ കൊണ്ട് 30 വണ്ടി പോയുള്ളൂ എന്നല്ല. അതായത് നമ്മുടെ ഇവിടെ മാസത്തിൽ നമുക്കൊരു 100ഓളം വണ്ടികൾ വിറ്റ് പോകുന്നുണ്ട്. എല്ലാ മാസവും നമുക്ക് 100ഓളം വണ്ടികൾ വിറ്റ് പോകുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് പോകുന്നത് പോലെ വണ്ടികൾ കയറി വരും. പക്ഷെ ഇപ്പം നമുക്ക് കയറുന്നത് കുറച്ച് സ്ലോ ആണ്. വേറെ കൂടെ അതിങ്ങനെ വണ്ടി ഇൻസ്പെക്ട് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. അപ്പം പയ്യെ വരും എന്തായാലും. ഇപ്പൊ 170 വൈകാതെ 200, 250 ഒക്കെ ആവും. അങ്ങനെ എന്നാലും വിഷമിക്കണ്ട, കുറെ സെഡാൻസും ഇഷ്ടംപോലെ കോമ്പാക്ട് എസ്യുവിയും സെഡാനും ഹാച്ച് ബാക്കും എല്ലാം അവൈലബിൾ ആണ്. അടുത്ത നമുക്ക് അമേസിന്റെ സെക്ഷനിൽ പോയാലോ? അമേസിലേക്ക് പോകാം. അപ്പോൾ അമേസ് വെറും അമേസ് അല്ല, ഒരു അമേസിങ് അമേസ് ആണ്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2022 മോഡല് ഹോണ്ട അമേസ് ആണ്. ഇത് VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന IV ടെക് വണ്ടിയാണ്. പെട്രോൾ മാനുവൽ ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പിന്നെ അമേസിങ് അമേസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ കാർ. എത്ര ഓടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെറും 3000. വെറും 3000 കിലോമീറ്റർ ഓടിയ വണ്ടിയൊക്കെ കൊടുത്തോ? എന്താ റീസൺ പറഞ്ഞു? റീസൺ മിക്കവാറും ഫൈനാൻഷ്യൽ ഇഷ്യൂ തന്നെ ആയിരിക്കും. നമുക്ക് റീസൺ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് ഇൻസ്പെക്ഷൻ ടീംസിന് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഹോണ്ട അല്ലേ, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ കാരണമൊന്നുമില്ല. മൈലേജിന്റെ ഇഷ്യൂസ് ഒന്നും ആയിരിക്കത്തില്ല. എന്തായാലും ഫൈനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും ചിലപ്പോൾ ഓടിച്ചിട്ട് കുറച്ചുകൂടെ വലിയ വണ്ടി വേണമെന്ന് തോന്നി കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും. നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും വണ്ടിക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രോബ്ലംസ് ഉള്ള കാറുകളൊന്നും നമ്മൾ വിട്ടിട്ട് സെയിൽ ചെയ്യത്തില്ല. നമ്മൾ ക്വാളിറ്റി ചെക്ക് പോയിന്റ്സ് എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഇടുന്നത്. അപ്പം അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. വെറും 3000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ കാറാണ്. ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 8.5 ലക്ഷം രൂപ. 8.5 lakhs ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തരാം. അത് അപ്പുറത്ത് ഇറക്കണ വണ്ടിയാണ്. അതായത് ഈ വൈറ്റ് അല്ല, വൈറ്റിന്റെ അപ്പുറത്തെ വണ്ടിയാണ്. സെയിം കളർ തന്നെ. അതും ഈ സെയിം കാർ 2022 മോഡല് IV ടെക് VX ഫസ്റ്റ് ഓണർ പെട്രോൾ മാനുവൽ. ഓടിയതിന്റെ ഡിഫറൻസ് ഉള്ളൂ. പക്ഷെ അവിടെയും ഒരു അമേസിങ് തന്നെ പറയാം. വെറും 13 വണ്ടി ഓടിയിട്ടുള്ളൂ. 13 സെയിം കളർ സെയിം വണ്ടിയാണ്. വേറെ ഒരു ഡിഫറൻസ് ഇല്ല. ആകെ കിലോമീറ്ററിന്റെ ഡിഫറൻസ് ഉള്ളൂ. ഇത് 3000, അത് 13,000. 10,000 കിലോമീറ്ററിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 8,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ വണ്ടി എടുക്കാം. ഇത് 8,50,000 രൂപയ്ക്ക് ഈ വണ്ടി എടുക്കാം. നല്ലൊരു ഡീലാണ്. അതുപോലെ വണ്ടി നിങ്ങൾ റിട്ടേൺ പോളിസി എങ്ങനെയാണ്? നിങ്ങളുടെ വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം കസ്റ്റമറിന് വണ്ടി ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് വണ്ടി റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തതിന് ശേഷം 7 ദിവസത്തിനുള്ളിലോ 500 കിലോമീറ്ററിനുള്ളിലോ നിങ്ങൾ വണ്ടി റിട്ടേൺ ചെയ്താൽ എത്ര രൂപ നിങ്ങൾ ചിലവാക്കിയോ അതിൽ 1 രൂപ പോലും കുറയാതെ, 1 അണ പോലും കുറയാതെ തിരിച്ച് ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് വണ്ടി എക്സ്ചേഞ്ച്, അതായത് വണ്ടി മാറ്റിയിട്ട് വേറെ കാർ എടുക്കണം, എക്സ്ചേഞ്ച് ചെയ്തെടുക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതെ. അപ്പോൾ ഇതുവരെ നമ്മൾ 7 ലക്ഷം, 8 ലക്ഷം, 10 ലക്ഷം ഒക്കെയാണ്. ഇനി കുറച്ച് 5 lakhs അടുപ്പിച്ചുള്ള വണ്ടികൾ, ബഡ്ജറ്റ് കാറുകളിലേക്ക് പോവാം. ഇപ്പം നിങ്ങൾ നോക്കും 5 ലക്ഷം റേഞ്ചിലുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതിലോട്ടൊക്കെ എന്താ കൊണ്ടുവന്നല്ലേ? അതെ, ഇത് 5 ലക്ഷം രൂപ താഴെയുള്ള വണ്ടിയാണ്. ഒരു ഫോക്സ് വാഗൻ വെൻഡോ ആണ് കിടക്കുന്നത്.
ഇത് 2014 മോഡല് വോക്സ്വാഗൻ വെൻഡോ ആണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഹൈലൈൻ ആണ്. 2014 സമയത്തെ ടോപ്പ് മോഡൽ വണ്ടി. ഹൈലൈൻ ടോപ്പ് മോഡലാണ്. 1.6 MPI ആണ്. എത്ര കിലോമീറ്റർ? 71,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ് വരുന്നത്. മാനുവൽ ആണ് വണ്ടി വരുന്നത്. പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 4,50,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 4,50,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. പോളോ കിടക്കുന്നു. അത് ഈ പോളോ ഒക്കെ ടോക്കൺ ആണ്. നമുക്കിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ മെസ്സേജ് നോക്കിയാൽ എല്ലാവരും പോളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വന്നത്. നമുക്കൊരു 3-4 പോളോ അടുപ്പിച്ച് ഈ അടുത്ത് ഉണ്ടായി. അതിൻ്റെ അകത്ത് 3 എണ്ണം പോയി. ഇപ്പൊ ബാക്കിയുള്ള ഒരൊറ്റ പോളോ ആണിത്. പക്ഷെ ഈ വണ്ടി കറന്റ് ടോക്കൺഡ് ആണ്. ഒരു കസ്റ്റമർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ആ കസ്റ്റമർ അത് എടുക്കുവോ അല്ലെങ്കിൽ ടോക്കൺ ക്യാൻസൽ ആവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. കസ്റ്റമർക്ക് ഹോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ 10,000 റുപ്പീസ് കൊടുത്ത് നിങ്ങൾക്കും ടോക്കൺ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ 2 സിയാസ് കയറിയിട്ടുണ്ട് പുതിയത്. ഇവിടെ 2 സിയാസ് പുതിയത് കയറിയിട്ടുണ്ട്. ഇതിനൊക്കെ 6 ലക്ഷം 7 ലക്ഷം റേഞ്ചാണ് വരുന്നത് സിയാസും. ഇനി അങ്ങോട്ട് പോകാനുള്ള സെക്ഷൻ കാലിയായി. ബഡ്ജറ്റ് കാറുകൾ കൂടുതലും തീർന്നു. കൂടുതൽ നമുക്ക് ഒരു 2 റോ, അതായത് ഈ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു റോ ഉണ്ടല്ലോ, ഈ ഒരു 2 റോ ഫുള്ള് നമുക്ക് ഓൾട്ടോ ഉണ്ടായിരുന്നു. ആ ഓൾട്ടോ ഇപ്പൊ വെറും 4-5 ആയിട്ട് കുറഞ്ഞു. അതായത് ഒരു 20-22 ഓൾട്ടോ കാറുകളും ഇയോൺ കാറുകളും ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ ആകെ 4-3 ഇയോണും ഓൾട്ടോയേ ഉള്ളൂ. പിന്നെ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലീസ് ഒക്കെ ഇറങ്ങുമല്ലോ. അപ്പം എല്ലാം നമ്മുടെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതുപോലുള്ള എല്ലാ കാസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കാസ് 24 കൊച്ചിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അപ്പം താങ്ക് യു സോ മച്ച് മാൻ. യെസ്, വെൽക്കം. അപ്പം ഇവരുടെ വാറണ്ടി ഓഫേഴ്സും EMI ഓപ്ഷൻസും RSയും അതുപോലെ തന്നെ ഫാസ്ടാഗ് GPS എല്ലാം അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്ത് ഫുൾ ഡീറ്റെയിൽ അറിയുക. ഓക്കെ.